ടാസ്കിനിടയിൽ നെസ്റ്റ് ടീമിന് ചതിച്ച ശ്രീതു ആയിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ശ്രീതു മാത്രമല്ല ചതിച്ചത്, അവിടെ ജാസ്മിനും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും വന്നിട്ട് ഇവര് നെസ്റ്റ് ടീമിന്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു, ടണൽ ടീമിനെയാണ് ഞങ്ങൾ ആക്രമിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങളും അങ്ങനെയാണെന്ന് രണ്ട് ടീമും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നെസ്റ്റിന്റെ അടുത്ത് ആ ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ഇവർ പോയത്. പക്ഷേ ഇവർ ടണൽ ടീമിന്റെ ഒപ്പം നിന്നുകൊണ്ടാണ് ഗെയിം കളിച്ചത്. അപ്പോൾ അത് ശ്രീതുവിനെ തന്നെ സ്വയം ഒരു കുറ്റബോധം തോന്നിയിരുന്നു. ചെയ്തത് ശരിയല്ല, രണ്ട് ടീമിന്റെ ഒപ്പം ഒരു ടൈപ്പ് നടത്തിയിട്ട് ഒരു ടീമിനെ ചതിച്ചുകൊണ്ട് മറ്റൊരു ടീമിന്റെ കൂടെ നിന്നു എന്നൊരു തോന്നല് ശ്രീതുവിനെ മനസ്സിലുണ്ടായിരുന്നു. ശ്രീതു ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു, ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് രാത്രി നമുക്ക് കാണാൻ സാധിച്ചത് അർജുൻ വന്നിരുന്ന ശ്രീതുവിന്റെ അടുത്ത് സംസാരിക്കുന്നതാണ്. അപ്പോൾ പിന്നീട് അർജുൻ തന്നെ പറയുന്നുണ്ട്, അല്ല ചതിച്ചതും ചീറ്റ് ചെയ്തതൊക്കെ അവിടെ ശ്രീതുവാണ്, പക്ഷെ എന്നിട്ട് കോംപ്രമൈസ് ചെയ്യാൻ വന്നത് ഞാനും. അതെങ്ങനെയാണ് ശരിയാവുന്നത് എന്ന് അർജുൻ തന്നെ ഇരുന്ന് കളിയാക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ശ്രീതുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അർജുൻ, ഇത് തിരിച്ചാണ് സംഭവിച്ചതെങ്കിലോ നിങ്ങൾ വന്ന് എൻ്റെ അടുത്ത് മിണ്ടുമായിരുന്നോ നീ വന്നിട്ട് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ആരുടെ അടുത്തും അങ്ങനെ ദേഷ്യം വെച്ച് പുലർത്താൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്ന് സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ രണ്ട് ടീമിൻ്റെ ഒപ്പം വന്നിട്ട് ടൈപ്പ് നടത്തിയിട്ട് ഒരു ടീമിനെ ചതിച്ച ആളല്ലേ എന്ന് ശ്രീതുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. ശ്രീതു ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. ശ്രീതു ഇങ്ങനെ കുത്തല്ലേ എനിക്ക് ഈ ദിവസം മാറ്റണം, എനിക്ക് ഏതെങ്കിലും ഒരു ദിവസം മാറ്റണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ദിവസം മാറ്റാനായിട്ട് ഞാൻ പറയും എന്നൊക്കെ ശ്രീതു അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീധുവിന് ഭയങ്കര വിഷമം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അർജുനാണെന്നുണ്ടെങ്കിൽ തമാശ രീതിയിൽ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് അവിടെ ശ്രീധുവിന് ഇടയ്ക്കിടയ്ക്ക് ഓരോ കൊട്ടു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ടീമിന് വേണ്ടിയാണ് ഇവിടെ ഗെയിം കളിക്കുന്നതെങ്കിലും നമുക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിത്വമുണ്ട്, നമ്മൾ ആരെയും ചീറ്റ് ചെയ്യാനൊന്നും പാടില്ല. പ്രേക്ഷകർ ഇത് വിലയിരുത്തുന്ന സമയത്ത് ഒരു ചീറ്റിംഗ് ഗെയിം ഒക്കെ കളിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ഇത് ഇഷ്ടപ്പെടില്ല, നമ്മൾ നമ്മുടേതായ ഗെയിമും നോക്കണം, ഗ്രൂപ്പിന്റെ ഗെയിമും നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർജുൻ ഉപദേശിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ആഴ്ച ശ്രീതു ഭയങ്കര വീക്കാണ്, ഇത്തിരി കൂടി ഗെയിമിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുന്ന അർജുനൊക്കെ കാണാനായിട്ട് സാധിച്ചു. ശ്രീതു ഭയങ്കര സെന്റി ആയിട്ട് മൂഡ് ഓഫ് ആയിട്ട് കിടക്കുന്ന സമയത്ത് വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്, ടാങ്കൊക്കെ കലക്കി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സംസാരിച്ച് കുറേ നേരം ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് നേരം അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഹൗസിലെ കാര്യങ്ങളും ഗെയിമിനെ കുറിച്ചൊക്കെ തന്നെയാണ് കൂടുതലും സംസാരിക്കുന്നുണ്ടായിരുന്നത്. അർജുൻ ഇന്നും വീണ്ടും കയ്യിലൊക്കെ ആകെ പരിക്ക് പറ്റിയിരുന്നു. അപ്പോൾ അർജുൻ്റെ അടുത്ത് കൈ നോക്കട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് അർജുൻ കൈ കാണിച്ചു കൊടുത്തില്ല. അപ്പോൾ ശ്രീതു കുറേ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അങ്ങനെ ഞാൻ പറഞ്ഞതിന് ശേഷം എൻ്റെ കൈ അങ്ങനെ നോക്കണ്ട, അല്ലാതെ തന്നെ നമ്മൾ നോക്കുന്നതല്ല അതിൻ്റെ മര്യാദ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ പിണങ്ങി കിടന്ന സമയത്ത് അർജുൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയപ്പോൾ അർജുൻ്റെ മൈക്ക് കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെക്കുന്നുണ്ടായിരുന്നു ശ്രീതു. അർജുൻ റൂമിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അർജുൻ മൈക്കും ചോദിച്ചിട്ട് റൂമിലേക്ക് വന്നപ്പോൾ അർജുൻ്റെ കൈ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഷെയ്ക്കൻഡ് വാങ്ങുകയും അർജുൻ്റെ അടുത്ത് സോറി പറയുകയും ഒക്കെ ചെയ്യുന്ന ശ്രീതുവിനെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. എന്തായാലും രണ്ടുപേരും തമ്മിൽ കോംപ്രമൈസ് ഒക്കെ ആയിരുന്നു. പക്ഷെ അർജുൻ അത് കൂളായിട്ട് എടുത്തത് ഒരു ഗെയിമിൻ്റെ കാര്യമാണ്, ഗെയിമിൽ അങ്ങനെയൊക്കെ സംഭവിക്കാം, അത് അങ്ങനെ ഞാൻ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ അത് കൂളായിട്ട് എടുക്കുകയും ശ്രീതു സോറി പറയുകയും അങ്ങനെ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ഫോൾട്ടാണ്, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ശ്രീതു പറയുന്നുണ്ടായിരുന്നു. രണ്ട് ടീമായിട്ട് അങ്ങനെ ടൈപ്പ് ഞാൻ നടത്താൻ പാടില്ലായിരുന്നു, ഇതിൽ ഒരു ടീമിനെ ഞാൻ വാക്ക് കൊടുക്കാൻ പാടുള്ളായിരുന്നു, എന്നിട്ട് ഒരു ടീമിനെ ചതിച്ചുകൊണ്ട് ഞാൻ ഗെയിം കളിച്ചത് മോശമാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് സോറിയൊക്കെ പറഞ്ഞ് രണ്ടുപേരും കോംപ്രമൈസ് ചെയ്യുന്നതാണ് ലൈവിൽ രാത്രി കാണാനായിട്ട് സാധിച്ചത്.